അഭിഭാഷക കമ്മീഷനായി നിയോഗിക്കപ്പെടുന്നത് കോടതി നൽകുന്ന ആദരവെന്ന് ഹൈക്കോടതി. നിശ്ചിത മണിക്കൂറുകൾ പ്രതിഫലം പറ്റുന്ന തൊഴിലാളിയായി അഭിഭാഷക കമ്മീഷനെ കാണരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അഭിഭാഷക കമ്മീഷൻ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മജിസ്ട്രേറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് കോട്ടയത്തെ കോടതിയിലെ അഭിഭാഷക നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം. അഭിഭാഷക കമ്മീഷന്റെ അന്തസ് ഉയർത്തിക്കാട്ടുന്ന തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കമ്മീഷനായി തെരഞ്ഞെടുക്കുന്നത് അഭിഭാഷകർക്ക് കോടതി നൽകുന്ന ആദരവാണ്. മറിച്ച് അഭിഭാഷക കമ്മീഷൻ എന്നത് തൊഴിലല്ലെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. തന്റെ പേര് അഭിഭാഷക കമ്മീഷൻ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മജിസ്ട്രേറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് കോട്ടയത്തെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷക നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. അഭിഭാഷക കമ്മീഷൻ അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന കാരണത്താൽ തന്റെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തെന്നായിരുന്നു ഹർജിക്കാരിയുടെ ആക്ഷേപം. അഭിഭാഷക കമ്മീഷനായി കൂടുതൽ അലവൻസ് ആവശ്യപ്പെട്ട ഹർജിക്കാരിയുടെ നടപടിയും ഹൈക്കോടതി വിമർശിച്ചു. മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് കണക്കാക്കി പ്രതിഫലം വാങ്ങുന്ന തൊഴിലായി അഭിഭാഷക കമ്മീഷൻ നിയമനത്തെ ഹർജിക്കാരി കണ്ടുവെന്നും കോടതി കുറ്റപ്പെടുത്തി. നീതിന്യായ വ്യവസ്ഥയിൽ അഭിഭാഷകരും ജഡ്ജിമാരും രണ്ടല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൂടാതെ പുതുതലമുറ അഭിഭാഷകരുടെ മനസ്സ് പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്. അനിശ്ചിതത്വം നിറഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ അഭിഭാഷകരുടെയും ജഡ്ജിമാരുടെയും ആത്മാർത്ഥത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അഭിഭാഷക കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റാതിരുന്നതുകൊണ്ട് നിശ്ചിത തുക തിരിച്ചടയ്ക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഹർജിക്കാരിയുടെ പേര് മജിസ്ട്രേറ്റ് ഒഴിവാക്കിയത്. അഭിഭാഷക കമ്മീഷൻ പട്ടികയിൽ നിന്നും ഹർജിക്കാരിയുടെ പേര് നീക്കം ചെയ്ത നടപടി റദ്ദാക്കിയ ഹൈക്കോടതി തുക തിരിച്ചടയ്ക്കണമെന്ന മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശത്തിന്മേൽ പക്ഷേ ഇടപെടാൻ തയ്യാറായില്ല. ജനം, കൊച്ചി.